ശബരിമലയ്ക്ക് പോകാൻ വ്രതമെടുക്കുമ്പോൾ മുദ്രമാല ധരിക്കാറുണ്ട്. ഓരോ മാല ധരിക്കുന്നതിൻ്റെ പുണ്യമാണ് ഇവിടെ പറയുന്നത്. സാധാരണ മുത്തുമാലയാണ് മാല ആയി വ്രതധാരി ധരിക്കുന്നതെങ്കിൽ ആ പുണ്യത്തിൻ്റെ അളവ് അതിന് കൃച്ഛ്രം എന്നാണ് പറയുക. ഒരു സാധാരണ മാല ധരിക്കുന്ന വ്യക്തിക്ക് 1000 കൃച്ഛ്രം പുണ്യമാണ് ലഭിക്കുന്നത്. ചന്ദനം, രക്തചന്ദനം ഇവ കൊണ്ടുള്ള മാലയാണ് ധരിക്കുന്നതെങ്കിൽ 10000 കൃച്ഛ്രം പുണ്യമാണ് ലഭിക്കുന്നത്. തുളസിമാലയാണ് ധരിക്കുന്നതെങ്കിൽ 1,00,000 കൃച്ഛ്രം പുണ്യമാണ് ആ വ്യക്തിക്ക് സിദ്ധിക്കുന്നത്. അതുപോലെ ഈ താമരപ്പൂവിൻ്റെ അകത്തെ കായ അത് കോർത്ത് മാല ധരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് 10,00,000 കൃച്ഛ്രം പുണ്യമാണ് സിദ്ധിക്കുന്നത്. ഈ ദർഭയുടെ ചുവട്ടിലെ കിഴങ്ങ് അത് കോർത്ത് മാലയാക്കി ധരിക്കുന്ന വ്യക്തിക്ക് 1 കോടി കൃച്ഛ്രം പുണ്യമാണ്. അതേസമയം രുദ്രാക്ഷമാല ധരിക്കുന്നതിൻ്റെ പുണ്യം വർണ്ണിക്കാൻ 1000 നാവുള്ള അനന്തന് പോലും സാധ്യമല്ല എന്നാണ് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മാലകൾ ധരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. നമസ്തേ.